ഹേ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നലത്തെ ആ സെയിം ഇതിൽ തന്നെയാണ്. നമ്മളവിടെ നിന്ന് മന്തി കഴിച്ച് വന്നപ്പോഴത്തേക്കും ഇവന് പെർഫ്യൂമിൻ്റെ ഒരു കാര്യം ചെയ്യണം പറഞ്ഞു. അപ്പോൾ ഓർത്തോ പെർഫ്യൂമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്നു. അവൻ വണ്ടിയിൽ നിന്ന് സാധനം എടുക്കുക. ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഒരു പാഷൻ പെർഫ്യൂമാണ്. സോ പെർഫ്യൂമിന് വേണ്ടി കേരളത്തിൽ തന്നെ ലൈക്ക് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോറൂമാണ് ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത്. ആൻഡ് അവിടെ ഇവൻ്റെ പെർഫ്യൂം ഒന്ന് ശരിയാക്കണം. ആൻഡ് പറ്റുമെങ്കിൽ ജസ്റ്റ് എ ടൂർ ഓഫ് വാട്ട് പ്ലേസ് ഹാസ് ടു ഓഫർ. അപ്പോൾ അതിന് വേണ്ടി വന്നേക്കുക. അതെ, അവനവിടെ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഞാനവിടെ വന്നിട്ടുണ്ട്. സോ ഐ ജസ്റ്റ് ഷോ യു ഗൈസ്. ഇത് കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് പെർഫ്യൂം ഷോപ്സാണ് ഫ്രേഗ്രൻസ് ഫാക്ടറി. സോ ഇവിടുത്തെ ആൾ അത്യാവശ്യം ഒരു സെലിബ്രിറ്റി പോലത്തെ ഒരാളാണ്. ബട്ട് യാ ലെറ്റ്സ് ജസ്റ്റ് സി. നമ്മുടെ മച്ചാനുണ്ട്. ഓക്കെ, ഞാനകത്ത് കേട്ടില്ല. മച്ചാനെ എന്തായി? നമസ്കാരം. ഞാൻ ചെറുതായിട്ട് വ്ലോഗിങ് തുടങ്ങി. ഇവൻ്റെ പെർഫ്യൂം മറ്റൊന്ന് റീവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പുതിയ സാധനം വല്ലതും വന്നോ ബ്രോ? ഏതാ? ആ ഉള്ളി വൺ വന്ന് നൈസ്. പറ്റിയെങ്കിൽ ടൂറാ മാർക്ക്. ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട് ആൻഡ് കുറച്ച് പെർഫ്യൂംസൊക്കെ. ഇവിടെയാണ് പെർഫ്യൂം മേക്ക് ചെയ്യുന്ന പ്ലേസ്. സോ പുള്ളി ഇല്ല, ബട്ട് ഇവിടെയാണ് പെർഫ്യൂം മേക്കിംഗ്. ആൻഡ് ഭയങ്കര ഫ്രേഗ്രൻസ് ഒക്കെയാണ് ഇവിടെ മേക്ക് ചെയ്യണേ. ഇങ്ങനത്തെ സാധനം മേടിക്കും. പിന്നെ ഇവിടെ സിഗ്നേച്ചർ പെർഫ്യൂംസിൻ്റെ ട്രഡീഷണൽ ഗാലറി. സോ ഊദ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ. ആൻഡ് ദിസ് ഇസ് ദ കാർ ഫ്രേഗ്രൻസസ്. സോ ജസ്റ്റ് കം ഹിയർ, ഇവിടെ നിന്ന് സ്മെൽ ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട് ദാറ്റ് ഐറ്റം ഇസ്. സോ ഇതാണ് ട്രഡീഷണൽ ഗാലറി. സോ ഓൾ ദ ഐറ്റംസ് ഹിയർ റിയലി ട്രഡീഷണൽ ഊദ് പോലത്തെ സാധനങ്ങൾ. സോ ആൾ വരുവാണെങ്കിൽ നമുക്ക് ആ ഫ്രേഗ്രൻസിൻ്റെ ടെസ്റ്റ് കിട്ടും. ബട്ട് ലൈക്ക് റിയലി ട്രഡീഷണൽ, റിയലി ബ്യൂട്ടിഫുൾ. ലൈക്ക് ആ പെർഫ്യൂം ബോട്ടിലൊക്കെ നോക്കി, ഇറ്റ്സ് ലൈക്ക് ടു ഗുഡ്. സോ ദിസ് ഈസ് ദി ഊദ് ഏരിയ. ആൻഡ് കുറച്ച് സീറ്റിംഗ് ഏരിയാസൊക്കെ ഉണ്ട്. ആൻഡ് ഇത് അവരുടെ കൂടുതൽ യുണീക്ക്, ഭയങ്കര യുണീക്കായിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ കാണിച്ചിട്ട് ലൈക്ക് ഇഫ് യു ക്യാൻ സീ മഡിൻ്റെ സ്മെല്ല്, ലൈക്ക് ഷാംപെയിൻ, കാനബിസ്, കഞ്ചാവിൻ്റെ ഇല, പോപ്കോൺ, കറക്റ്റായി അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ. ബിരിയാണിയും പാല്, ലൈക്ക് പാലിൻ്റെ ഫ്ലേവറുള്ള ആ ഒരു സ്മെല്ല് കിട്ടുന്ന പോലത്തെ പെർഫ്യൂം. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് ഇവിടെ. ലൈക്ക് ഈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ഇറ്റ്. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് കൂടുതൽ ട്രൈ ചെയ്യാനുള്ളതല്ല, ലൈക്ക് ആൾക്കാർ മേടിക്കുന്നതല്ല, പക്ഷെ മേടിക്കാറുണ്ട്. ബട്ട് ദിസ് ഇസ് മോർ ഓഫ് എ ഷോ കേസ്, ലൈക്ക് പുള്ളിയുടെ സ്കില്ല് കാണിക്കാനുള്ളത്, ഇങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ സ്മെല്ല് കിട്ടുന്നുള്ളത്. സോ ജസ്റ്റ് തോട്ട് ഐ വിൽ ജസ്റ്റ് ഷോ യു ഗൈസ് ദിസ് പ്ലേസ്. ആൻഡ് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വാറൻറ്റി ഉണ്ട്, ലൈക്ക് പെർഫ്യൂമിന് വാറൻറ്റി ഉണ്ട്. സോ ഇവിടെ പെർഫ്യൂമിനൊരു പ്രത്യേക വാറൻറ്റി ഉണ്ട്. നമ്മൾ പെർഫ്യൂം മേടിച്ചിട്ട് നമുക്കത് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ പെർഫ്യൂമിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച സ്മെല്ലല്ല, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഈ പെർഫ്യൂം ഇവർ ചേഞ്ച് ചെയ്ത് തരും. ഓ ഇഫ് യു ഫീൽ ലൈക്ക് അത് റീവർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ പെർഫ്യൂമിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരതും ചെയ്തു തരും. ഇപ്പോൾ അവൻ്റെ പെർഫ്യൂം ഭയങ്കര ഇൻറ്റൻസാണ്. ലൈക്ക് ഒരു സ്പ്രേ അടിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആ സ്മെല്ല് നിൽക്കുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അപ്പം തന്നെ അവർ ചേഞ്ച് ചെയ്ത് തരിക. ആൻഡ് ദിസ് ഇസ് നോട്ട് ആൻ ആഡ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഐ ഓൾവേസ് ബൈ മൈ പെർഫ്യൂംസ് ഫ്രം ഹിയർ. സോ ഐ ജസ്റ്റ് തോട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാം. ജസ്റ്റ് തിങ്സ് അബൌട്ട് ഫ്രേഗ്രൻസ് ഫാക്ടറി അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ ദിസ് ഇസ് ദ പ്ലേസ്. സോ ദ പെർഫ്യൂം പ്ലേസസ് ആയ ഓൾ ദ പെർഫ്യൂംസ്, ദ പെർഫ്യൂമർ. ഇപ്പോൾ ഇതിനകത്തൊരു ഊതുണ്ട്, ലൈക്ക് ക്രൗൺ ഊത്ത് ആൻഡ് ആംബർ. ആംബർ ഇസ് ഓൾസോ റിയലി ഗുഡ്. റഹ്കസ്, സൂഫിയും നല്ല സ്മെല്ലാണ്. സോ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. സോ പറ്റുവാണെങ്കിൽ വന്ന് വിസിറ്റ് ചെയ്യുക. ദിസ് ഈസ് അത്താണിയിലാണ്. ഇവിടെ തൃശ്ശൂരുണ്ട് മെയിൻ ബ്രാഞ്ച്, കാക്കനാട് ഒരെണ്ണമുണ്ട്. ബട്ട് ദിസ് ഈസ് ദി ലൈക്ക് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്രാഞ്ച് ദേ ഹാവ്. അത്താണിക്കാണ്, മറ്റേ അൾഡ്രയും മന്തിക്കടയുടെ തൊട്ടപ്പുറത്തായിട്ട്. ഓക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് പെർമിഷൻ കിട്ടി. സോ ഇവിടെ സിനിമാറ്റിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മെയിൻ ആൾ പോയിട്ടുണ്ട്. സോ
വിൽ ജസ്റ്റ് ടേക്ക് സം സിനിമാറ്റിക് ഷോട്ട്സ് ചെയ്യുക. ഇവിടെ ലൈറ്റിംഗ് ഒക്കെ പക്ക, ലൈക്ക് ഓ മൈ ഗോഡ് ലുക്ക് അറ്റ് ദിസ് ലൈറ്റിംഗ് മാൻ, എന്താ പെർഫെക്റ്റ് ലൈറ്റിംഗ് ടു ഷൂട്ട്. സോ ഇന്ന് ഫ്രേഗ്രൻസ് ഫാക്ടറിയുടെ ഒരു സ്ലോമോ ലൈക്ക് സിനിമാറ്റിക് സീക്വൻസ് ആണ്. സോ ഹോപ്പ് യു എൻജോയ് ഇറ്റ്. എഡിറ്റിൻ്റെ സമയത്താണ് അറിഞ്ഞത് 2 മെമ്മറി കാർഡുണ്ട് എനിക്ക്. അതിനകത്ത് ഒരു മെമ്മറി കാർഡ് കറക്റ്റായിരുന്നു. ഞാൻ ഫ്രേഗ്രൻസ് ഫാക്ടറിയിൽ വെച്ചെടുത്ത പകുതി ഫുട്ടേജ്, സ്ലോ മോയിലൊക്കെ എടുത്ത പകുതി ഫുട്ടേജ് പോയി. ഞാൻ 2000 രൂപ കൊടുത്ത് മേടിച്ച സാധനമാണ്, റെക്കോർഡായില്ല. കറക്റ്റല്ല, മെമ്മറി കാർഡിൻ്റെ എന്തോ പ്രശ്നമായിരുന്നു. പക്ഷേ മെമ്മറി കാർഡ് വർക്കിംഗ് ആണ്, ബട്ട് ഞാൻ എടുത്ത ഫുട്ടേജ് മൊത്തം പോയി. ഭാഗ്യത്തിന് കുറച്ച് ബാക്കപ്പായിട്ട് എടുത്തായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ രക്ഷപ്പെട്ട്. സോ ആ ഫുട്ടേജാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്, മറ്റേ സിനിമാറ്റിക് ആ സാധനം എന്നൊക്കെ പറഞ്ഞത്. ബട്ട് ഓൾവേസ് ചെക്ക് ദ ഫുട്ടേജ് ആഫ്റ്റർ യു റെക്കോർഡ്. റെക്കോർഡ് ചെയ്ത് പോരുത്. റെക്കോർഡ് ചെയ്യുക, പോസ് ചെയ്യുക, വീണ്ടും റെക്കോർഡ് ചെയ്യുക. Okay, yeah, back to the video. Started as a whisper, message from a new world I'd never known. Something about it felt like it'd been waiting my whole life. Is this home? I can hear each sound calling my name, and I feel angels around when I start to sing, and suddenly it feels like heaven's not so far away. Tell me, can you hear the symphony? ഓക്കെ, അന്ന് എനിക്ക് ഔട്ടർ എടുക്കാൻ പറ്റിയില്ല. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു സെറ്റിൽ വിത്ത് ദിസ്. അതായിരുന്നു ഫ്രേഗ്രൻസ് ഫാക്ടറിയുടെ ഒരു ടൂർ പോലെ ചെയ്തത്. ഐ ഹോപ്പ് ആ സിനിമാറ്റിക് തിങ്സ് ഒക്കെ ഇഷ്ടമായെന്ന്. ഇതിലും കൂടുതൽ കുറേ എടുത്തിട്ടുണ്ടായി, കുറേ കോൺവെർസേഷൻസ് ഒക്കെ മിസ്സായി അവിടുത്തെ. ബട്ട് ദാറ്റ്സ് ഫോട്ടോഗ്രാഫി ഫോർ യു. മെമ്മറി കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പണിതരാം. ബട്ട് ഐ ഹോപ്പ് യു റിയലി ലൈക്ഡ് ഇറ്റ്. ഇഫ് യു തിങ്ക് ഇങ്ങനത്തെ കണ്ടൻറ്റൊക്കെ അടിപൊളിയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് if you haven't already, and I'll see you in the next vlog.